വെൽക്കം ടു എക്സാം പോയിന്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ചാപ്റ്റർ ആണ്? പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പ്ലസ് വണ്ണിലെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ടോപ്പിക്കിനും വേണ്ടുന്ന സമയത്ത് ഓർത്തെടുത്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ കുറെ അധികം കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതിന്റെ കൂടെ കുറച്ചധികം കോൺസെപ്റ്റ്സും കൂടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ എന്താണ്, പ്ലസ് ടു സിമ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആശയങ്ങൾ മനസ്സിലാക്കി എവിടെയാണോ ആപ്ലിക്കേഷൻസ് ഉള്ളത് അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ. ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, അതായത് വൈദ്യുത ചാർജുകളും മണ്ഡലങ്ങളും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചാർജുകളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ചാർജിന്റെ പ്രത്യേകതകൾ എന്ന കാര്യവുമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഒറ്റ വാക്യത്തിൽ തന്നെ എല്ലാം ഉണ്ട്, ചാർജുകളും അതിന്റെ പ്രോപ്പർട്ടീസും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ അധികം ലോസും നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോയാലോ. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴത്തേനും എനിക്ക് ആദ്യം പറയാനുള്ളത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറെ പേരെങ്കിലും ഈ ആക്ടിവിറ്റി പെർഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ ഡ്രൈ ഹെയറിൽ ഒരു കോംബ് എടുത്ത് റബ്ബ് ചെയ്യുന്നു. ആ കോംബ് നമ്മൾ പേപ്പർ പീസസിലേക്ക് കാണിക്കുമ്പോൾ അവർ അട്രാക്റ്റഡ് ആകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓക്കെ, അടുത്തത് നമ്മൾ ഇതേപോലെ ഒരു കോംബ് എടുത്തിട്ട് ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കോംബല്ല, ബലൂൺ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുന്നു. അതിനെയും ഇത്തരത്തിലുള്ള പേപ്പർ പീസസിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ അവിടെയുള്ള പേപ്പർ പീസസ് എന്ത് ചെയ്യും? ആ ബലൂണിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. എന്താണ് ഇതിനകത്ത് ഒരു കോമൺ ഫാക്ടർ? എന്ത് ഫിനോമിനന്റെ ബേസിസിലായിരിക്കണം ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി നേച്ചറിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു നാച്ചുറൽ ഫിനോമിനയും നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇതിന്റെയൊക്കെ റീസൺ എന്താണോ ആ ഒരു കാര്യം വെച്ചിട്ട് ആ ഒരു നാച്ചുറൽ ഫിനോമിനയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളതല്ലേ, ലൈറ്റ്നിങ്. ഓക്കെ, ഇടിമിന്നൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? അതും നമ്മുടെ ഒരു സ്പാർക്ക് പോലെയാണ് അല്ലെ. ലൂസ് കണക്ഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ വയറുകൾക്കിടയിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? സ്പാർക്ക് കാണാറുണ്ട്. അതുപോലെ വലിയ തോതിലുള്ള ഒരു സ്പാർക്കായിട്ട് നമുക്ക് എന്തിനെ പറയാൻ സാധിക്കും? ഇടിമിന്നലിനെ അഥവാ ലൈറ്റ്നിങ്ങിനെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇവരിലൊക്കെ ഈ ഒരു കാര്യം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ലൈറ്റ്നിങ് സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാ? അതില് ചാർജസ് അക്യുമുലേറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലേക്ക് നമുക്ക് വരാം. ലൈറ്റ്നിങ്ങിന്റെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? ചാർജസ് അക്യുമുലേറ്റ് ആയിരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ആ ഒരു ക്ലൗഡ്സിൽ മുകൾ ഭാഗത്തായിട്ട് എന്താണ് വരുന്നത്? മുകൾ ഭാഗത്തായിട്ട് കളക്ട് ആവുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഇത്തരത്തിലാണ് മേഘങ്ങൾ ഇരിക്കുകയെങ്കിൽ മുകളിൽ പോസിറ്റീവ് ചാർജും താഴത്തെ നെഗറ്റീവ് ചാർജും ഉണ്ടാവും അല്ലെ. ചാർജസ് അവിടെ ഇങ്ങനെ കുത്തി നിറഞ്ഞ് അക്യുമുലേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ എന്ത് ചാർജസ് ആയിരിക്കും? പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. ഇവിടെ എയറിലൂടെ ഇത്തരത്തിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ആയിട്ടുള്ള അട്രാക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് സിമ്പിൾ വേർഡ്സിൽ പറയാം. ഓക്കെ, അങ്ങനെ അത് നമുക്ക് അവിടെ ഒരു സ്പാർക്കായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഒരു ഡിസ്ചാർജ്, ഓക്കെ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ് നമ്മൾ ലൈറ്റ്നിങ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോഴും നമുക്ക് എന്തിന്റെ സഹായം വേണ്ടി വന്നു? ചാർജസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ചാർജ് എന്നും എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നതിലേക്കും നമുക്ക് വരാം. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ലൈറ്റ്നിങ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ലൈറ്റ്നിങ്ങോടൊപ്പം തന്നെ മറ്റൊരു എക്സാമ്പിളും കൂടി നമുക്ക് പറയാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിലുള്ള റെയിൽസിൽ നമ്മൾ പെട്ടെന്ന് കൈ ഓടിക്കും, നമുക്ക് ഷോക്ക് പോലെ ഒരു ഫീൽ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ബസ്സിലാണെങ്കിലും ഒക്കെ നമ്മൾ ആ കൈ പിടിക്കുന്ന ആ റെയിൽസിൽ നമ്മൾ പെട്ടെന്ന് കൈ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്ക് പോലെ ഫീൽ ചെയ്യും അല്ലേ. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെയൊക്കെ ചാർജസ് ഡെവലപ്പ് ആവുന്നു. നമ്മുടെ കൈയും ആ ഒരു സർഫസും കാരണമുള്ള റബ്ബിംഗ് കാരണം എന്ത് സംഭവിക്കുന്നു? ചാർജസ് ഡെവലപ്പ് ആകുന്നു. ഓക്കെ, ഇത് തന്നെയാണ് സിന്തറ്റിക് ലോസ് ഒക്കെ
ക്ലോത്ത്സ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ക്രാക്കുകൾ സൗണ്ടും ഒരു ചെറിയ രീതിക്ക് സ്പാർക്കും, വളരെ ചെറിയ രീതിക്കുള്ള ഒരു സ്പാർക്കും, ഇരുട്ട് മുറിയിലാണെങ്കിൽ നമുക്ക് ആ സ്പാർക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ചാർജസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അത് അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള ചാർജസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ഷോക്ക് പോലെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ആ ഷോക്ക് കാരണം ആർക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ചാർജസ് ശരീരത്തിലൂടെ ഒഴുകുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് അത് പാസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ചാർജസ് ഒഴുകുന്ന ചാർജസ് അല്ല, അത് അക്യൂമുലേറ്റഡ് ആയിട്ട് എവിടെയോ തങ്ങി നിൽക്കുന്ന ചാർജസ് ആണ്. ഇപ്പൊ ഈ ഒരു കോമ്പില് നമ്മൾ പറഞ്ഞു അത് പേപ്പർ കഷ്ണങ്ങളെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ആ കോമ്പിൽ എങ്ങനെയാണ്? നമ്മുടെ മുടിയിൽ ഉരയ്ക്കും വഴി അത് ഉരസുന്നു. മുടിയിൽ ഉരസുന്നത് വഴി അവിടെ ചാർജ് ഡെവലപ്പായി അല്ലെ. ആ റബ്ബിങ് വഴി അവിടെ ഡെവലപ്പായ ചാർജസ് അത് എവിടെയാണോ റബ്ബ് ചെയ്തത് അവിടെ മാത്രമേ ആ ചാർജസ് എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ മാത്രമേ അത് അക്യൂമുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ചാർജസ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു പേപ്പർ പീസുകളെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് അതങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? ഇതിനെല്ലാം തന്നെ എന്തിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ സാധിക്കും? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ബേസിസിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താന്നുള്ളത് പറയാം. അതായത് റെസ്റ്റിലുള്ള ചാർജസിനെ പഠിക്കുന്നത്, ഓക്കെ, റെസ്റ്റിലുള്ള ചാർജസിനെ പഠിക്കുന്ന ഫിസിക്സിന്റെ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നു? ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ചാർജസ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, റെസ്റ്റിലുള്ള ചാർജസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ആരാ പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ചാർജസ് മൂവിങ് ആണെങ്കിലോ? ചാർജസ് മൂവിങ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും എങ്ങനെ മൂവ് ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിക്സ് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ചാർജസ് എന്തിലാണ്? ചാർജസ് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നും ഇലക്ട്രോ ഡൈനാമിക്സ് എന്താണെന്നും ക്ലിയർ ആയി കാണും അല്ലെ. ഇനിയാണ് നമുക്ക് പറയേണ്ടത് ചാർജസ് എന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.